ഞാൻ പറഞ്ഞുവല്ലോ, നമ്മുടെ ബഹുമാന്യനായ അധ്യക്ഷൻ, ദേവസ്വം പ്രസിഡന്റ് ഈ നവാഹ യജ്ഞത്തിന്റെ തുടക്കം മുതൽ അത് പഠിച്ചതിന് ശേഷം ഈ നവാഹ യജ്ഞം നമുക്ക് നടത്താം എന്ന് പറയുകയും അതിന്റെ സ്റ്റെപ്പായി ഓരോ കാര്യങ്ങൾ നമ്മൾ അടുക്കും ചിട്ടയോടുകൂടി നടത്തുകയും സത്യത്തിൽ നമുക്ക് എല്ലാവരും ഒരു കൂട്ടായിട്ട് വരികയും ചെയ്തു, ഇല്ലേ? അപ്പൊ അത് തന്നെയല്ല, നമ്മുടെ ഒരു ഫണ്ട് പിരിവൊക്കെ ഇച്ചിരി സ്ലോ ആയി പോവുകയുണ്ടായി. ഒരു ഫണ്ട് പിരിക്കുന്ന കാര്യത്തിലൊക്കെ ചില തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അതൊന്നും നമുക്ക് പ്രശ്നമല്ല. നമ്മുടെ ഈ കർമ്മം, നമ്മൾ ചെയ്ത കർമ്മം വിജയിക്കുകയുണ്ടായി. അപ്പൊ ആ കർമ്മം വിജയിച്ചപ്പോ ചില ആൾക്കാർക്ക് ഒരു ചെറിയ പരിഭവം അല്ലെങ്കിൽ ഒരു പിണക്കം അല്ലെങ്കിൽ ഒരു സന്തോഷക്കുറവൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊന്നും നമ്മൾ കാര്യമാക്കാതെ ഇനി ഒരു വലിയൊരു കർമ്മം ചെയ്യുമ്പോൾ അവരെ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് നമ്മൾ ഇതിന്റെ ആരും നമുക്ക് ശത്രുക്കളോ അല്ലെങ്കിൽ പിണക്കം കൊണ്ട് മാറ്റിയിരിക്കാനോ പാടില്ല. എല്ലാവരും കൂട്ടിച്ചേർത്തുകൊണ്ട് ഭഗവതിക്ക് വേണ്ടി, ഈ നാടിന് വേണ്ടി, നമ്മുടെ ദേവസ്വം പ്രസിഡന്റിന്റെ സന്തോഷത്തിന് വേണ്ടി നമ്മുടെ ഇനി വരുന്ന എല്ലാ കർമ്മ പരിപാടികളും, ക്ഷേത്രവുമായി ബന്ധപ്പെട്ട എല്ലാ കർമ്മ പരിപാടികളും നമുക്ക് ഇതിന്റെ മുൻപന്തിയിൽ നിന്നുകൊണ്ട് ചെയ്യണം. ചെയ്യല്ലേ? നിങ്ങൾ എല്ലാവരും ചെയ്യോ? അങ്ങനെ ചെയ്യാൻ മുൻപന്തിയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കൈപൊക്കിക്കേ. ദേശം കുറെ ആൾക്കാർ കൈപൊക്കാത്തവരുണ്ട്. ഞാൻ എന്റെ കർമ്മത്തിലേക്ക് കടക്കുകയാണ്. ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ബഹുമാന്യനായ എന്തിനും ഏതിനും ഇനി നമുക്ക് ക്ഷേത്രത്തിലേക്ക്, ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഒത്തിരി കർമ്മ പദ്ധതികൾ ഗവൺമെന്റിനെ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇനി അദ്ദേഹത്തെ കൊണ്ട് നമുക്ക് ചെയ്യിപ്പിക്കണം. അതിന് ചില നിർദ്ദേശങ്ങൾ നിങ്ങൾക്കും പറയാം. അപ്പൊ അതുമൊക്കെ എന്തൊക്കെയാണ് നല്ല നല്ല കർമ്മങ്ങൾ അദ്ദേഹത്തെ കൊണ്ട് ചെയ്യിപ്പിച്ചുകൊണ്ട് നമ്മുടെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കണിച്ചുള്ള ഒരു ചെറിയ പഠനമാകണം. നമ്മുടെ അരിപ്പറമ്പത്ത് നോക്കും, മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ വലിയ വലിയ ഇത് വരുമ്പോൾ നമ്മുടെ ഈ കണിച്ചുളങ്കരം മാത്രം അതിന് സമയമാകാഞ്ഞിട്ടായിരിക്കും. എന്നാൽ അതിന് സമയമാകും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അദ്ദേഹം നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തരും. ഈ ക്ഷേത്രത്തിന് വേണ്ടി എപ്പോഴും എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ എണ്ണി പറഞ്ഞാൽ തീരില്ല ക്ഷേത്രത്തിന് വേണ്ടി ചെയ്യുന്നത്. ഈ നവാഹത്തിന്റെ തന്നെ, അത് ഈ വെള്ളാപ്പള്ളി കുടുംബത്തിൽ നിന്ന് തന്നെ നമുക്ക് എത്രയോ ലക്ഷങ്ങൾ തന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം കമ്മിറ്റിയിൽ തീരുമാനിച്ചെന്താ 3000 പേരാണ് നമുക്ക് അന്നദാനത്തിന് നമ്മൾ കണക്കുകൂട്ടിയത്. ഞാൻ ദീർഘിക്കുന്നില്ല, പെട്ടെന്ന് നിർത്താം. 3000 പേരെയാണ് നമ്മൾ ഉച്ചഭക്ഷണത്തിന് കരുതിയിരുന്നത്. പക്ഷെ ഒരു ദിവസം 2 ദിവസം കഴിഞ്ഞപ്പോൾ നമ്മുടെ കണക്കുകൂട്ടലൊക്കെ അങ്ങോട്ട് തെറ്റി. നമ്മള് അത് 8000 ആയി, 10000 ആയി, 12000 ആയി. അത് നമുക്ക് സന്തോഷമേ ഉള്ളൂ. അങ്ങനെ വന്നപ്പോൾ നമ്മുടെ ബഡ്ജറ്റുകളൊക്കെ നമ്മൾ കുറച്ചു. എന്നാലും നമ്മള് ഈ അതിൽ അന്നദാനത്തിൽ നമ്മൾ കുറവ് വരുത്താതെ ഫണ്ട് കണ്ടെത്താനുള്ള സമയം കിട്ടാതിരിക്കുകയും ചെയ്തപ്പോ അത് വേണ്ട ഇപ്പൊ നമ്മുടെ ഈ കർമ്മം ചെയ്തതിൽ നമുക്ക് ഭഗവതിയുടെ അല്ലെങ്കിൽ ദേവസ്വത്തിൽ നിന്ന് നമുക്ക് ഒരു പൈസയും എടുക്കാതെ തന്നെ അത് നമുക്ക് വരവും ചെലവും തുല്യമാക്കിക്കൊണ്ട് ഒരു കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു. അതിന് ഏറ്റവും കൂടുതൽ നമ്മളെ സഹായിച്ചത് നമ്മുടെ ദേവസ്വം പ്രസിഡന്റും അദ്ദേഹത്തിന്റെ ഫാമിലിയും തന്നെയാണ്. അപ്പൊ അതിന് പ്രത്യേക ഒരു കൈയടി കൊടുക്കേണ്ടത് തന്നെയാണ്. അങ്ങനെയുള്ള അദ്ദേഹത്തിന് ദേവിയുടെയും ഭഗവാൻ ഗുരുദേവന്റെയും ഒക്കെ എല്ലാം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ ഊണിലും ഉറക്കത്തിലും യാത്രകളിലും എല്ലാം ഭഗവതി കൂട്ടത്തിലുള്ളത് കൊണ്ട് അദ്ദേഹം കൊണ്ടെന്ന് നമുക്ക് ശരിക്കും വിശ്വസിക്കാൻ പറ്റും. അതാണ് ദേവിയുടെ ചൈതന്യം കൊണ്ട് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം വീണ്ടും ഒത്തിരി കർമ്മങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നത്. അങ്ങനെയുള്ള നമ്മുടെ ബഹുമാന്യനായ ദേവസ്വം പ്രസിഡന്റ് വെള്ളാപ്പള്ളി നടേശ സാർ അവർക്ക് ഭഗവതിയുടെ നാമത്തിൽ സ്വാഗതം ആശംസിക്കുന്നു. പിന്നെ നമ്മുടെ പ്രീതി ചേച്ചി, നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാ ദിവസവും നമ്മുടെ നവാഹ യജ്ഞവുമായി ബന്ധപ്പെട്ട് എല്ലാ ദിവസങ്ങളും ആചാര്യന്മാർ പറയുന്ന കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും കേട്ട് വളരെ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലിരുന്ന് നമുക്ക് വേണ്ട നിർദ്ദേശങ്ങളും കാര്യങ്ങളും എല്ലാം ചെയ്തു നിന്ന് നമ്മുടെ പ്രീതി ചേച്ചി അവർക്കും ഈ ദേവിയുടെ നാമത്തിൽ സ്വാഗതം ആശംസിക്കുന്നു. പിന്നെ നമ്മുടെ ബഹുമാന്യരായ കമ്മിറ്റി അംഗങ്ങൾ, സ്കൂൾ കമ്മിറ്റി അംഗങ്ങൾ, ദേവസ്വം കമ്മിറ്റി അംഗങ്ങൾ, അവരുടെയും ഇതിനോടുള്ള പ്രവർത്തനങ്ങൾ ചെറുതല്ലാത്ത രീതിയിൽ ഒത്തിരി രാവും പകലും അവരുടെ നമ്മുടെ വിലയേറിയ സമയങ്ങളൊക്കെ നമ്മുടെ ഇതിന് വേണ്ടി ഉണ്ടായിരുന്നു. അവർക്ക് എല്ലാവർക്കും ഒറ്റ വാക്കിൽ തന്നെ എല്ലാവർക്കും ഭഗവതിയുടെ നാമത്തിൽ സ്വാഗതം ആശംസിക്കുകയാണ്. പിന്നെ നമ്മുടെ ഒന്ന് എടുത്തു പറയേണ്ട കാര്യമുണ്ട്. ഞാൻ ഈ സമയം സ്വാഗത പ്രാസംഗം കൂടി വന്ന ഒരു 10 മിനിറ്റിൽ കൂടി സംസാരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. എന്നാലും ഞാൻ എടുത്തു പറയേണ്ട കാര്യം നമ്മളുടെ യുവാക്കളുടെ ഒരു കൂട്ടായ്മ, അത് നമുക്ക് കാണാൻ കഴിഞ്ഞു അല്ലെ? അതിൽ പ്രത്യേകിച്ച് വനിതാ കമ്മിറ്റി അവരുടെ സേവനം
എന്താ പറയുന്നറിയില്ല. എല്ലാ തൂണിലും തുരുമ്പിലും ദൈവം ഇരിക്കുന്നെന്ന് പറയുന്ന പോലെ എല്ലാ സ്ഥലങ്ങളിലും എന്തൊരു പോരായ്മ ഉണ്ട് അവരുണ്ടാകുമായിരുന്നു അവിടെ, അല്ലെ? അപ്പൊ ആ ഒരു കൂട്ടായ്മ, അതിനെ പ്രത്യേകം നമ്മുടെ ചള്ളിയിലെ സ്വപ്നയെ അതിന്റെ ലീഡറായ അദ്ദേഹത്തെ അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം തന്നെ അതിൽ സഹകരിച്ച് എല്ലാവരും ഒന്നിനൊന്നിന്റെ ബെറ്ററായിട്ട് ദേവിക്ക് വേണ്ടി, ക്ഷേത്രത്തിന് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി സഹകരിച്ച നമ്മുടെ വനിതാ കൂട്ടായ്മയ്ക്ക് ആദ്യ സ്വാഗതം ആശംസിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ചെറുപ്പക്കാരായ നമ്മുടെ കൂട്ടുകാര്, നമ്മുടെ അതിനു മുമ്പ് ഒരു സ്വാഗതം പറയണം. നമ്മുടെ സിബി നടേശൻ, പിന്നെ മനോജ്, പിന്നെ നമ്മുടെ ഷാജി, പിന്നെ നമ്മുടെ സജി, നമ്മുടെ വേട്ടുവർത്ത് ബിജു, ഇവരൊക്കെയാണ് ശരി രാവും പകലും അവർ കഷ്ടപ്പെട്ടിട്ടുണ്ട്. നമുക്ക് പറയാതിരിക്കാൻ പറ്റിയല്ല. ചിലപ്പോൾ 2 മണി രാത്രി, 1 മണി രാത്രിക്കൊക്കെയാണ് അവർ പോകണം. കാരണം ഇന്നലെ ചെയ്യേണ്ട കാര്യങ്ങൾ തീരാതെ അവർ ഇന്നും കൂടി അത് ഹോംവർക്ക് ചെയ്ത് എല്ലാം റെഡിയാക്കി നാളത്തെ കാര്യം കൂടി ആലോചിച്ച് ചിട്ടപ്പെടുത്തിക്കൊണ്ടാണ് അവര് ആ 5 പേര് എല്ലാ ദിവസവും പോയി. അവരുടെ ഒരു കൂട്ടായ്മ, അവരുടെ ഒരു ബുദ്ധി ഉപയോഗിച്ചുള്ള പ്രവർത്തനം, അത് നമുക്ക് മറക്കാൻ പറ്റില്ല. അവർക്ക് ഒരു പ്രത്യേക ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ആ ചെറുപ്പക്കാരായ കൂട്ടായ്മ, അവർക്ക് അവരുടെ പ്രവർത്തനങ്ങൾ, സഞ്ജു ഉൾപ്പെടെയുള്ള ഒത്തിരി പേരെടുത്ത് പറഞ്ഞാൽ അത് കുഴപ്പത്തിലായി പോകും. അതുകൊണ്ട് അവരെ സഹകരിച്ച എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുകയാണ്. പിന്നെ നമ്മുടെ വിശിഷ്ട വ്യക്തിയായിട്ട് നമ്മുടെ ഇന്നിവിടെ എത്തിയിട്ടുണ്ട്. ആരാണ്? മഹാരാജ ശിവാനന്ദ സാറ്, അദ്ദേഹത്തിന്റെ ഭക്തിയും. ഞങ്ങൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി ഇതുപോലെ നവാഹത്തിന്റെ കാര്യം പറയുകയും അപ്പൊ എന്തൊക്കെയാണ് ഈ നവാഹത്തിന്റെ കാര്യങ്ങൾ, ചടങ്ങുകളൊക്കെ ചോദിച്ചപ്പോൾ ഞങ്ങൾ വിശദമായി ചോദിച്ചപ്പോൾ ഞങ്ങൾ എന്താണ് ചെയ്തു തരേണ്ടതെന്ന് ചോദിച്ചു. അപ്പൊ സാറിന്റെ ഇഷ്ടം, അപ്പൊ അന്നദാനോ ഒരു യജമാന സ്ഥാനോ എത്ര രൂപയാണ് അദ്ദേഹം നമുക്ക് ദേവിക്ക് വേണ്ടി തന്നത്. അദ്ദേഹത്തിന് പ്രത്യേകം ആ കുടുംബത്തിന് ഞങ്ങളുടെ സ്വാഗതം ആശംസിക്കുകയാണ്. ഇനി വരും നാളുകളിലും അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ ഫാമിലിക്കും അദ്ദേഹത്തിന്റെ സ്ഥാപനങ്ങൾക്കും ഒക്കെ ഒത്തിരി ഭഗവതിയുടെ അനുഗ്രഹങ്ങളും സമ്പത്തും ഒക്കെ എല്ലാം അദ്ദേഹത്തിന് ഉണ്ടാകട്ടെ. പിന്നെ നമുക്ക് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരാളുണ്ട്, വൈക്കം കുട്ടൻ ചേട്ടൻ ബിനീഷ് പ്ലാത്താനത്ത്, അവിടുത്തെ യൂണിയൻ പ്രവർത്തകർ. നമുക്കറിയാം അവിടുന്ന് അവര് നമ്മുടെ ആദ്യം ഇത് നമ്മുടെ വേറൊരു സ്ഥലത്ത് നിന്നാണ് നമ്മള് വിഗ്രഹ ഘോഷയാത്ര ആഗ്രഹിച്ചിരുന്നത്. പക്ഷെ ഭഗവതി തന്നെ അത് തിരുത്തി മാറ്റി വൈക്കത്തേക്ക് പോയി അതിമനോഹരമായ രീതിയിൽ ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ നമുക്ക് ഒരു പൈസ പോലും അവിടെ മുടക്കില്ല. ആ SNDP യൂണിയന്റെ എല്ലാവരും ആ കൈകോർത്തുകൊണ്ട് അതിന്റെ മുൻപന്തിയിൽ നിന്ന് യജമാൻ സ്ഥാനം വരെ നിന്ന ആ ബിനീഷ് പ്ലാത്താനത്തിനും അവിടെയുള്ള എല്ലാ SNDPയുടെ പ്രവർത്തകർക്കും ജാതി മതഭേദം തന്നെ അവിടെ സംഘടിക്കുകയും പ്രവർത്തിക്കുകയും നമ്മുടെ ഒപ്പം തന്നെ അവർക്ക് എല്ലാവർക്കും ഇവിടെ ഇല്ലെങ്കിൽ പോലും ഞങ്ങൾക്ക് സ്വാഗതം ആശംസിക്കുകയാണ്. പിന്നെ നമ്മുടെ അനിയപ്പൻ ചേട്ടൻ ചേർത്തല യൂണിയന്റെ, അദ്ദേഹവും ഇത് തന്നെയായിരുന്നു. നമുക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്യുകയും അന്നദാന ഫണ്ടിലേക്ക് നമുക്ക് വിലയേറിയ അന്നദാന ഫണ്ടിലേക്ക് വലിയൊരു സംഭാവന നൽകുകയും ചെയ്ത ആ ചേർത്തല യൂണിയന്റെ അഡ്മിനിസ്ട്രേറ്റർ അനിയപ്പൻ സ്വാഗതം ആശംസിക്കുകയാണ്. അതുകൂടാതെ നമ്മളുടെ ഇവിടെ ഉണ്ടായിരുന്ന നമ്മുടെ എന്ത് കാര്യത്തിനും എല്ലാ കാര്യങ്ങൾക്കും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സഹകരിച്ച നമ്മുടെ പാത്രം കഴുകുന്നവര് പോലും, പാചകം, അത് എടുത്തു പറയേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞില്ല, നമ്മുടെ പാചകക്കാരൻ അല്ലെ ഷിബു PS കോല, അദ്ദേഹത്തിന്റെ പാചകം എത്രയോ പേർക്ക് അദ്ദേഹം പാചകം ചെയ്തു. ഒരു പിണക്കവോ ഒരു പരിഭവോ ഒന്നും പറയണ്ട. ഏത് സമയം പറഞ്ഞ ഇത്ര പേർക്കെന്നോ ഇത്ര പേർക്ക്, ഇച്ചിരി കൂടുതൽ ഇടാൻ പറഞ്ഞ ഇച്ചിരി പേർക്ക്, അങ്ങനെ ഒരു നല്ല അത് ദേവി തോന്നിച്ചതായിരിക്കണം. ദേവിയുടെ ഒരു അനുഗ്രഹം കിട്ടിയതുപോലെ, ദേവിയുടെ ഒരു കയ്യൊപ്പുണ്ടായിരുന്നത് പോലെ നമുക്ക് തന്ന ആ ആഹാരം, ആ ദേവി പ്രസാദം എന്തുമായിക്കൊള്ളട്ടെ, അതെന്തൊരു രുചിയോടുകൂടി ആ ഉണ്ടാക്കി തന്ന ഷിബുവിന് ഇവിടെ ഒരു ആദരവും നമ്മുടെ ബഹുമാന്യനായ ദേവസ്വം പ്രസിഡന്റ് കൊടുക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കൂട്ടായി വന്ന എല്ലാവർക്കും, കൂട്ടത്തിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഭഗവതിയുടെ നാമത്തിലും ഞങ്ങളുടെ എല്ലാവരുടെയും പേരിലും സ്വാഗതം ആശംസിക്കുകയാണ്. കൂടാതെ ആരെങ്കിലും ഒക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ക്ഷേത്രത്തിന്റെ വികസനത്തിന് വേണ്ടി ഒരു നല്ലൊരു മനസ്സ് വെച്ചുകൊണ്ട് നിങ്ങളുടെ പോകാവൂ. നമ്മുടെ ക്ഷേത്രത്തിൽ എല്ലാ കാര്യങ്ങളും കുടുംബത്തോടൊപ്പം വരികയും സഹകരിക്കുകയും പ്രാർത്ഥിക്കുകയും സഹകരിക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെ അനുവാദത്തോടു കൂടി ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് എല്ലാവർക്കും ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളു. ദേവീശരണം. ഓമശക്തിയും സാമാന്യ ആരോഗ്യവും ഒക്കെ ദേവിയുടെ കാരുണ്യം കൊണ്ടുള്ളത് കൊണ്ട് എല്ലാം പഴയ കാര്യങ്ങളെല്ലാം നല്ല ഓർമ്മയാണ്. ഈ ഇവിടെ നടന്നിരുന്ന ആചാരങ്ങൾ നടത്തുകയും അനാചാരങ്ങൾ ഇല്ലാതാക്കാൻ ഞാൻ ശ്രമിച്ചിരുന്നു.
വർഷങ്ങൾ. അതിനൊന്ന് ആലോചിക്കണം. ഇതിൽ പല പെണ്ണുങ്ങളും ആണുങ്ങളും ജനിച്ചാണ്, പല പെണ്ണുങ്ങളെ കെട്ടിച്ചൂടെ കൊണ്ടുവന്നാണ്. അതുകൊണ്ട് അവർക്ക് അറിയാനും ഒക്കെ പല ആണുങ്ങളെ അപ്പനോ അമ്മയ്ക്കോ അപ്പയോ ചിലപ്പോൾ കുറച്ച് കാര്യങ്ങൾ അറിയാം. പലർക്കും അറിയാൻ പാടില്ലാത്ത അടിച്ചുള്ള ക്ഷേത്രം ഒരുപാട് ചരിത്രങ്ങൾ സാക്ഷ്യം വഹിച്ച ഒരു ക്ഷേത്രം. ഈ ക്ഷേത്രം തന്നെ നിങ്ങൾക്കറിയാൻ ചരിത്രം പരമായി ഇത് ബ്രാഹ്മണ ക്ഷേത്രമായിരുന്നു. അത് പ്രത്യേക സ്ഥാനത്ത് ഇത് കാലഘട്ട അച്ചോ ജോൺ പബ്ലിക്ക് വിട്ടുകൊടുത്തു. അദ്ദേഹം 8 കൊല്ലം ഈ ക്ഷേത്രം ഭരിച്ചു. അതിനുശേഷമാണ് നാട്ടുകാർക്കായി ലഭിച്ചു. അങ്ങനെ നാട്ടുകാർക്കായിട്ട് ലഭിച്ച് അങ്ങനെ ഭരണം തുടങ്ങി. അനാചാരമൊക്കെ എൻ്റെ ചെറുപ്പകാലത്ത് 1963 എൻ്റെ ഓർമ്മ. നിങ്ങൾ പലരും ജയിച്ചു കാണത്തില്ല. ഇതിൻ്റെ മാറ്റങ്ങൾക്ക് വേണ്ടിയുള്ള ശ്രമം. കാരണം ഇവിടെ വേലപ്പടയണി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആചാരത്തിനുപരി ഒരു കൊല്ലത്തെ വൈരാഗ്യങ്ങൾ മുഴുവൻ തീർക്കുന്നത് അമ്പലപ്പറമ്പ് വെച്ചാൽ. ശ്രീനാരായണ മെഡിക്കൽ മിഷൻ്റെ ഒരു ബ്രാഞ്ച്, ഒരു ഡോക്ടർ, 2 നേഴ്സും ഒരു വണ്ടിയും അമ്പലക്കാർ തയ്യാറാക്കിയിട്ടിരിക്കുക. വെട്ടും കുത്തും കൊണ്ടുവന്നതിന് പ്രാഥമിക ശുശ്രൂഷ നൽകി ആശുപത്രിയിൽ അയക്കാൻ. ആളുകൾ കള്ളുപിടിച്ച് ഉള്ളിൽ കയ്യിലിരിക്കുന്ന വടി അല്ലെങ്കിൽ കുടിലാണ്, ഇരുമ്പ് കുടിലാണ്. ഇരുമ്പ് കുടിലെന്തിനാണെന്ന് ചോദിച്ചാൽ അതിനകത്ത് കൈവാണം വെച്ച് കത്തിക്കാനാണ് നാം പറയണം. പക്ഷെ ആ കുടിലോട് പറയാൻ അടിക്കാൻ വേണ്ടിയാണ്. ഇത് കള്ളം കുടിച്ച് വന്ന് അമ്പലപ്പറമ്പിൽ ഇറങ്ങി ചുറ്റി വരുമ്പോൾ ഭർത്താവ് വെല്ലുവിളിച്ച് കിടക്കുമ്പോൾ ഭാര്യ അതിൻ്റെ മുകളിൽ കിടന്ന് കരയുക, അതിൻ്റെ മുകളിൽ കൊച്ചുങ്ങൾ കിടന്ന് കരയുക. ഇങ്ങനെ എല്ലാമുള്ള ഒരുപാട് കരച്ചിലുകളും ദുരിതങ്ങളും ദുഃഖങ്ങളും. ഒരു ഉത്സവം വരുന്നുവെന്ന് കേട്ടാൽ അടുത്തുള്ള നിലയിലുള്ള സ്ത്രീകൾക്ക് ഭയമാണ്. ഭർത്താക്കന്മാർ കണ്ണു പിടിച്ച് ഇങ്ങനത്തെ നല്ല വൈരാഗ്യങ്ങളെല്ലാം തീർക്കാൻ പടയനെയും കൊണ്ടുപോകുമ്പോൾ കല്ലു അന്ന് കച്ചി ശരീരത്തെ കെട്ടിക്കൊണ്ട് അങ്ങനെ ചിലരെയും മാവിൻ്റെ ഇല വെച്ച് കെട്ടിക്കൊണ്ട് ചുള്ളി വന്ന് ചുരുക്കം പറഞ്ഞാൽ വൈരാഗ്യമില്ലാത്തവനോ ആള് തെറ്റിപ്പോലും തന്നെ വിളിക്കും. കൈവാണം കത്തിക്കുമ്പോൾ അത് കത്തിച്ച് അവൻ്റെ മുഖത്ത് പിടിക്കും. ഈ ബോധമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് ഈ അമ്പലപ്പറമ്പ് എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് പലപ്പോഴും ഒരു അപകടകരമായ ഒരു ദുരന്തങ്ങൾ നടക്കുന്ന ഒരു പറമ്പായി ഉത്സവകാലത്ത് മാറിയിരുന്നൊരു കാലഘട്ടം. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞത് കുട്ടികളും ഉത്സവം വരുമ്പോൾ അവർക്ക് ഭയമാണ്. ഭർത്താവിന് എന്തോരും അച്ഛനെന്തോരും മക്കൾക്ക് എന്തോരും എന്നുള്ള ആകാംക്ഷയിൽ അവർ വിഷമിച്ചിരിക്കുന്ന ഒരു കാലഘട്ടം. ഞാനും വളരെ ചെറുപ്പം. ഇതിനൊരു മാറ്റം വരുത്താനാണ് ആദ്യം ഞാൻ ഇറങ്ങി. ഒരുപാട് എതിർപ്പുകളുണ്ടായി. പലപ്പോഴും എൻ്റെ ഭരണം പിടിച്ചെടുക്കാൻ നോക്കി, കിട്ടിയില്ല. അല്ലെങ്കിൽ യോഗം കൂടുമ്പോൾ ആ കസേര തല്ലിത്ത് പിടിച്ച് പിരിച്ചു വിട്ടു പോകുന്ന ഒരു സ്റ്റൈലായിരുന്നുവെങ്കിൽ അടവ് നയം മാറ്റി 1964 എൻ്റെ ഒരു ഓർമ്മ. ഞാൻ TC കൃഷ്ണൻ എന്ന് പറഞ്ഞ ആളുടെ വീട്ടിൽ രാവിലെ വെളുപ്പിനിറങ്ങി, ഒരന്തിക്കിറങ്ങി. ആദ്യം സതീശൻ്റെ വീട്ടിലാണ് ചെല്ലുന്നത്, തമിഴ്നാടത്ത്. നമുക്ക് ഇത്തവണ നിങ്ങൾ വാർഷികത്തിന് വരണം. അങ്ങനെ വാർഷികത്തിന് വരാൻ അവരെല്ലാം പ്രേരിപ്പിച്ച് ഞാൻ രാത്രി വെളുക്കാറായപ്പോൾ കോഴി കൂയപ്പോൾ ഞാൻ നിർത്തി. കാരണം 2 കിലോമീറ്റർ പണിയായിരുന്നു ചെയ്ത് യോഗം കൂടി. അങ്ങനെ ഒരു വിധത്തിൽ പറഞ്ഞാൽ പിടിച്ചെടുത്താണ് ഭരണത്തിൽ ആദ്യം വരുന്നത്. നേരെ നോക്കിയിട്ട് വാർത്തയില്ലാഞ്ഞു. അങ്ങനെ അകത്ത് വന്ന് ഭരണം ഞാൻ ഏൽക്കുമ്പോൾ എനിക്ക് 250 രൂപയാണ് എന്നെ ഭരണത്തിൽ ഏൽപ്പിക്കുന്നത്. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, അന്ന് നമ്മുടെ ഇവിടെയുള്ള പല ആളുകൾക്കും പണം അമ്പലത്തിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. അതിന് പലിശയ്ക്ക് ഒരിട
തേങ്ങായിട്ടെടുക്കുക. എന്തൊരു ക്രൂരതയാണ്! ആ പലിശയ്ക്ക് പറയുമ്പോൾ ദാമോദരൻ എന്ന് പറഞ്ഞ ആൾ നമ്മുടെ വാഴവേലിലുണ്ട്. അവിടെയൊക്കെ 10,000-1500 തേങ്ങ കിട്ടുന്നതാണ്. അതിന് പലിശയ്ക്ക് തേങ്ങായിട്ടെടുക്കുക എന്നുള്ളതല്ലാതെ പലിശയും മുതലും അടഞ്ഞു തരുമ്പോൾ 10 വിട്ടുകൊടുക്കുന്ന ഇടപാടേ അമ്പലത്തിലില്ല. നമ്മുടെ പൂർവികന്മാർ നമ്മുടെ ഭരണഘടനയിൽ എഴുതി വച്ചിട്ടുണ്ട്, വരവിൻ്റെ 16% ധർമ്മം ചെയ്യണം. അപ്പോൾ എത്രയോ ക്രാന്തശീലനും അതോടൊപ്പം തന്നെ ക്ഷേത്രമെന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് കൂടുതൽ ക്ഷേമപ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരാരാധനാലയങ്ങളാണ് എന്ന് നമ്മുടെ പൂർവികർ എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഭരണഘടനയിൽ എഴുതി വച്ചിരിക്കുകയാണ്. മറ്റു പല ക്ഷേത്രങ്ങളും അങ്ങനെ എഴുതി വച്ചിട്ടില്ല. നമ്മുടെ ഭരണഘടനയിൽ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് 16 എന്തുമാകട്ടെ, ഇങ്ങനെ പലിശക്ക് തെങ്ങേറിയെടുത്ത് നാട്ടുകാരെ മുടിക്കുക എന്നുള്ളതല്ലാതെ ഒരു പ്രയോജനം ഈ ക്ഷേത്രത്തിൽ നിന്നില്ലായിരുന്നു. ആ പരിതസ്ഥിതി ഞങ്ങൾ ഭരണം വെക്കുന്നു. 250 രൂപയാണ് കണ്ണി തരുന്നത്. ആദ്യത്തെ ഉത്സവം നടക്കുന്നത്, ഉത്സവം നടക്കുന്നത് പടയണി പൈസ ഒന്ന് വേലപടയണിക്ക് പടയണി പണമെന്നാണ് പറയുന്നത്. പണം കൊടുക്കരുതെന്ന് വിലക്കുന്നു. അതായത് ഞാൻ ചെറുപ്പമാണ്. അപ്പോൾ ഉത്സവം നടക്കാതെ നശിക്കണമെന്നുള്ള വിചാരത്തോടു കൂടി എതിരാളികൾ അന്ന് 2 രൂപയൊക്കെ ഉള്ളൂ കൊടുക്കാതിരിക്കാൻ പ്രേരിപ്പിച്ചു. ഒരുപാട് പേര് തന്നില്ല. എന്നാൽ തന്നെയും അന്ന് എൻ്റെ വല്യച്ഛനുണ്ടായിരുന്നു, അതായത് കൊച്ചുള്ള മുതലാളി. അദ്ദേഹം എനിക്ക് കുറച്ച് കാശ് തരും, എൻ്റെ ജ്യേഷ്ഠനും തരും കുറച്ച് കാശ്. ഇതിന് കുറച്ച് കൂടുതൽ കാശ് സ്വകാര്യമായി എനിക്ക് തരും. ഈ പൈസയാണ് എൻ്റെ അന്ന് കൂടുതലൊന്നും എടുക്കാനൊന്നുമില്ല, എൻ്റെ കയ്യിലില്ല. അന്ന് ഈ ഉത്സവമൊക്കെ നടത്തുമ്പോൾ പോരായ്മ ജനങ്ങളിൽ നിന്ന് കിട്ടുന്നതിനുപരി ഇവർ രണ്ടുപേരും തരുന്ന പണം കൊണ്ട് ഉപയോഗിച്ചായിരുന്നത്. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ വെടിക്കെട്ടിന് ഇതുപോലുള്ള വിലയെന്നുള്ള കാലമല്ല. എന്തിനേറെ പറയുന്നു, ഞാൻ തോക്കാതെ മറ്റു മുൻകാലങ്ങളിൽ എൻ്റെ വീരന്മാർ നടത്തിയിരുന്ന ഉത്സവത്തേക്കാൾ കേവലമായ ഉത്സവം നടത്തി. അന്ന് പറയാതിരിക്കാൻ നിർത്തില്ല. തോപ്പൻ, അതായത് ഇന്നത്തെ മാനയുടെ അച്ഛൻ ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞ്, മോനെ ഗംഭീരമായി എന്നും പറഞ്ഞ് എന്നെ കെട്ടിപ്പിടിച്ച് ആദരിച്ച് അംഗീകരിച്ചു. കാരണം അന്ന് എനിക്ക് എൻ്റെ കൂടെ ഒരു നല്ലൊരു കൂട്ടം ജനങ്ങൾ, പ്രത്യേകിച്ചും സ്ത്രീകൾ, പടയണിക്കെതിരായൊരു മൂവ്മെൻറ്റ് വന്നപ്പോൾ അതോടൊപ്പം തന്നെ എന്നെ സഹായിക്കാൻ വളരെയധികം ചെറുപ്പക്കാർ എല്ലാ മുതൽപ്പില്ലുണ്ട്. അതിനേറെ എന്തിനു പറയുന്നു, മാറ്റങ്ങൾക്ക് വേണ്ടി ഞാൻ ശ്രമിച്ചു. കൂടുതൽ നീർപ്പിക്കുന്നില്ല. അന്നിവിടെ ബാങ്കില്ല, സൊസൈറ്റി ഇല്ല, ഈ ഇവിടുത്തെ അംഗങ്ങളെ സഹായിക്കാൻ ആരുമില്ലാതിരുന്നൊരു കാലഘട്ടത്തിൽ ഞാൻ അമ്പലത്തിൽ നിന്ന് പണം കൊടുക്കുകയാണ്. നിങ്ങൾ അന്ന് ആലോചിക്കണം, എന്നൊക്കെ ചെറിയ അന്ന് ഏതാണ്ട് 140 രൂപയെ പവനുമല്ല. ഞാൻ കല്യാണം കഴിക്കുമ്പോൾ 140 അല്ലേ, 140 രൂപ പവനുള്ളത്. സാധാരണക്കാരായ യോയി ഗോപാലിൻ്റെ ഇന്ന് ഞാൻ ഓർക്കുന്നു. യോയി ഗോപാലിൻ്റെ മകളുടെ കല്യാണം വന്നപ്പോൾ ഓയി ചോദിച്ചത് 750 രൂപയാണ്. ആ 750 പൊഴിക്കൻ്റെ കുടികിടപ്പുകാരനാണ്. ആ 750 രൂപ കൊണ്ട് അന്നത്തെ കല്യാണം അടിപൊളിയായിട്ട് നടക്കും. 1000 കൊടുത്താൽ സൂപ്പറാണ്. അത് കെട്ടിയെടുത്ത് മുതലും പലിശയും അടങ്ങുമ്പോൾ 10 വിട്ടു കൊടുക്കും. അല്ല പലിശ കയറുന്നതല്ല. അങ്ങനെ മുതലും പലിശ അടയുമ്പോൾ 10 വിട്ടു കൊടുക്കും. അങ്ങനെ എത്രയോ പേരുടെ കല്യാണം, ഭൂമി വാങ്ങാൻ, വീട് വയ്ക്കാൻ. അങ്ങനെ ഈ പ്രദേശത്തെ ക്ഷേത്രയോഗ അംഗങ്ങൾക്ക് സാമ്പത്തികമായി ഉയരുവാനുള്ള എല്ലാ സൗകര്യങ്ങളും കൊടുത്തത് നമ്മുടെ ദേവിയുടെ സമ്പത്താണ്. എൻ്റെ ജീവിതം മുഴുവൻ ഒരു സമരമാണ്. എവിടെ സമരമാണ്, എവിടെ ചെന്നാലും എനിക്കിട്ടതുണ്ടോ. പക്ഷെ എന്നും പാവങ്ങളുടെ പ്രാർത്ഥന എനിക്കുണ്ടായിരുന്നു. ആ പാവങ്ങളുടെ പ്രാർത്ഥനയാണ് ഇന്നും ഇങ്ങനെ ഇരിക്കുന്നതും. നിങ്ങളെ കാണുമ്പോൾ എനിക്കുള്ള സന്തോഷം. ഒരു പണക്കാരനും അന്നും ഇന്നും എന്നെ ഇഷ്ടമല്ല. ഞാൻ അവർക്ക് ആർക്കും പാദസേവ ചെയ്യാൻ പോകത്തില്ല. അതിനകത്ത് പാവങ്ങളുടെ പാദസേവ ചെയ്യും.
പാവങ്ങളുടെ പാദസേവ ചെയ്തുകൊണ്ടാണ് ഇത്രയും കൊല്ലം ഞാൻ ഭരിച്ചവിടെ. ഇവിടെ ചെയ്തുകൊണ്ട് അന്ന് എന്തുണ്ടായിരുന്നു അമ്പലത്തിൽ? ആ അമ്പലത്തിൽ ഇവിടം വരെ ഇപ്പോൾ വികസിച്ചു. അമ്പലം പണിതു, ചുറ്റമ്പലം പണിതു. അങ്ങനെ വികസനത്തിൻ്റെ വലിയൊരു കാലഘട്ടം. ഇവരാരെങ്കിലും 5 പൈസ ഈ മുതലാളിമാർ എന്ത് തന്നിട്ടുണ്ട് ഇവിടെ? എന്ത് തന്നു ഇവർ? ബാക്കിയുള്ള ഏത് പ്രദേശം എന്ന് വെച്ചാലും ഇവിടെ സമ്പന്നന്മാരെല്ലാം കൈയഴിച്ച് സഹായിച്ചിട്ടുണ്ട്. ഈ കടച്ചുടങ്ങളെ ഒരു മുതലാളിമാരും ഒരു ചുക്കും ചെയ്തിട്ടില്ല. എല്ലാവരും പടയിലേക്ക് 5 രൂപ ആണെങ്കിൽ അവരും തരും. ഉത്സവത്തിന് 5 രൂപ എന്നാൽ കൂട്ടി തന്നേക്കാൻ വേണ്ടി തരത്തില്ല. അങ്ങനെ ഇവിടെ എന്ത് വരിയിരുന്നു അതേ അവർ തരാറുള്ളത്. പക്ഷേ പാവങ്ങളുടെ ആ മഹാശക്തി ഉണ്ടായിരുന്നുണ്ട്. ഇതെല്ലാം തീർന്നില്ലേ? ഇപ്പം തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കി, ചുറ്റമ്പലം പണിതു 8-9 കോടി വെച്ചത് തീർന്നില്ലേ? ഇപ്പോൾ നമ്മളൊരു 18 കോടിയുടെ ഒരു പ്രോജക്റ്റ് ഇട്ടിരിക്കുകയാണ്. അതിന് 10 കോടിയോളം നമ്മുടെ ഇപ്പോൾ ഉണ്ട്. ഇതേ ബാങ്കുകാരൻ ഇരിക്കുകയാണ്, പുള്ളി തരാമെന്ന് പറഞ്ഞിരിക്കുകയാണ് ബാക്കി 8 കോടി. അത് മേടിക്കണ്ടേന്ന് നമ്മൾ വളരെ ആലോചിച്ചിട്ട് മതി. കാരണം അവർക്ക് പലിശ കൊടുക്കണം. കാരണം ഇപ്പോൾ ചിക്കരക്കുട്ടികളെ ഇരുത്താനുള്ള സൗകര്യം നമുക്ക് കുറവാണ്. അതോടൊപ്പം തന്നെ ആനപ്പന്തിൽ കല്യാണം നടത്തി കഴിഞ്ഞാൽ ഒരു സദ്യ കഴിക്കാനുള്ള സ്ഥലം കുറവാണ്. ഇതൊരു പരിഹരിക്കാനാണ് ഇത്തരം ഒരു ബഡ്ജറ്റ് തയ്യാറാക്കി പ്ലാൻ വരച്ച് റെഡിയാക്കി കല്ലുവിട്ടിരിക്കുകയാണ്. അടുത്ത ദിവസം ടെൻഡർ ചെയ്യാമെന്നാണ്. പിന്നെ സർക്കാർ നമ്മളെ സഹായിച്ചു. പിക്നിക് സെൻറ്റർ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, 5.5 കോടി രൂപയ്ക്കാണ് അവിടെ പണിത് നമ്മൾ. അതോടൊപ്പം തന്നെ നമ്മുടെ ഇപ്പോൾ ഓഡിറ്റോറിയം ചെള്ളി പറഞ്ഞില്ല, ഇൻഡോർ സ്റ്റേഡിയം, അതിന് 5.5 കോടിയാണ്. ഇപ്പോൾ നമ്മുടെ ഇവിടെ പടിഞ്ഞാറുള്ള അവിടെ ഒരു കുളമുണ്ടല്ലോ, ആ സ്ഥലത്തിൻ്റെ പേരെന്താണ്? ചിക്കരക്കുട്ടി കുളം. 50 ലക്ഷം രൂപയ്ക്കാണ് ഇപ്പോൾ ജില്ലാ പഞ്ചായത്തിൽ നിന്ന് ടെൻഡർ ചെയ്തിരിക്കുന്നത് നമുക്ക് കല്ല് കെട്ടി റെഡിയാക്കി തരാൻ. അതിപ്പോൾ ഉടനെ തുടങ്ങുകയാണ്. അങ്ങനെ കുറേ സഹായങ്ങൾ. ഇപ്പോൾ തന്നെ 25 ലക്ഷം രൂപ കോർട്ട് നന്നാക്കാനായിട്ട് ഇപ്പോൾ അനുവദിച്ച് തന്നിട്ടുണ്ട്. അങ്ങനെ സർക്കാരിൽ നിന്ന് ഈ ഗവൺമെൻറ് വന്നതിന് പിന്നെ ഒരുപാട് സഹായങ്ങൾ നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. അവരുടെ സഹായങ്ങൾ നമ്മൾ കിട്ടി എന്നുള്ളതുകൊണ്ടും നമ്മുടെ വികസനത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ എത്രയോ ആളുകൾ ഇപ്പോൾ ക്യാമ്പ് നടത്താനൊക്കെ ഇപ്പോൾ ഒരുപാട് ആളുകൾ ഇവിടെ വരികയല്ലേ. നമുക്ക് സന്തോഷമല്ലേ? അവരൊന്ന് നടത്തുമ്പോൾ ഭഗവതിനെ അറിയുന്നുണ്ട്, നാട്ടുകാരെ അറിയുന്നുണ്ട്, നാടറിയുന്നുണ്ട്. അതോടൊപ്പം തന്നെ നേർച്ച അവിടെ ഇടുന്നുണ്ട്. ഒരു കഴിഞ്ഞ പ്രാവശ്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജില്ലാ സമ്മേളനത്തിൻ്റെ ആളുകൾ ഇവിടെ താമസിച്ചപ്പോൾ എന്നോട് ചോദിക്കുകയാണ്, അയ്യോ ഇവിടെ ഇത്രയും വലിയ സൗകര്യം ഉണ്ടാകുന്നില്ല. മലബാറുകാരൊക്കെ വന്നതാണ്, അവരറിയുന്നില്ല ഈ പ്രദേശത്തിൻ്റെ സൗകര്യങ്ങൾ. ഇത്രയും വലിയ സൗകര്യവും മനോഹരമായ സൗകര്യമാണ് ഇവിടെ. അപ്പം ഇങ്ങനെയൊക്കെ ആളുകൾ വരുമ്പോൾ നമ്മുടെ ക്ഷേത്രം അറിയല്ലേ, അവർ ഇത്രയും വലിയ സൗകര്യം ഇവിടെ ഉണ്ടാകുമെന്ന് അവർ മനസ്സിലാക്കുകയാണ്. അങ്ങനെ എന്തുകൊണ്ടും ക്ഷേത്രം ഇപ്പോൾ പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് മാർക്കറ്റിംഗ് ഇല്ല. നിങ്ങൾ നോക്കണം, മറ്റ് പല ക്ഷേത്രങ്ങളും അവർ മാർക്കറ്റിങ്ങാണ്. നമ്മളൊരു മാർക്കറ്റിംഗ് ചെയ്യാതെ ഭക്തജനങ്ങളുടെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇവിടെ വന്ന് കാര്യങ്ങൾ ചെയ്യുന്നു. രുചികരമായ ഭക്ഷണം അത് തയ്യാറാക്കി തന്ന പ്രിയപ്പെട്ട ശ്രീ ഷിബു അവറുകൾ ഞങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ ഒരു മടിയും കൂടാതെ എല്ലാ സമയവും ആവശ്യമായ ഭക്ഷണം തയ്യാറാക്കി തന്ന ഒരു ടീമിന്റെ വലിയ പിന്തുണ ഇതിനുണ്ടായിരുന്നു. അതിന് നേതൃത്വം കൊടുത്തതാണ് ശ്രീ ഷിബു അവറുകൾ. അദ്ദേഹത്തെ കണിച്ചുകുളങ്ങര ദേവസ്വം പ്രസിഡന്റ് മൊമെന്റോ നൽകി ആദരിക്കുകയാണ്. അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ഈ ചടങ്ങ് അധ്യക്ഷന്റെ നിർദ്ദേശത്തെ തുടർന്ന് സമംഗളം അവസാനിപ്പിക്കുകയാണ്. കൃതജ്ഞത പ്രകടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ദേവസ്വം ജോയിന്റ് സെക്രട്ടറി ശ്രീ വി.കെ. മോഹൻദാസ് അവർ ക്ഷണിക്കുന്നു. സർവാധീനായിട്ടുള്ള നമ്മുടെ ദേവസ്വം പ്രസിഡന്റ്, നമ്മുടെയൊക്കെ പ്രിയങ്കരമായിട്ടുള്ള ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവറുകൾ സാർ, പ്രീതി ചേച്ചി, വേദിയിലും സദസ്സിലുള്ള ബഹുമാന്യർ, ഏറെ ഹൃദ്യമായ ഒരു ചടങ്ങായിരുന്നു.
കുറഞ്ഞ സമയത്തിനകം നമുക്കൊക്കെ ഒരു ഇൻറ്റിമേഷൻ തന്ന് നമ്മുടെ ദേവസ്വം പ്രസിഡന്റ് നമ്മളെയൊക്കെ ക്ഷണിക്കുകയും നമ്മളിവിടെ ഒത്തുചേരുകയും ഈ സമയത്ത് ഇത്രയും ആൾക്കാർ കുറഞ്ഞ സമയമെടുത്ത് വിളിച്ചപ്പോൾ തന്നെ ഇവിടെ വന്നുകൂടി അദ്ദേഹത്തോടുള്ള ആദരസൂചകം തന്നെയാണ്. കാരണം നമ്മുടെ നാടിൻ്റെ ഒരു മുത്താണ് ശ്രീ വെള്ളാപ്പള്ളി. നമുക്ക് 60 വർഷമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഹിസ്റ്ററി മുഴുവൻ ഇവിടെ പറയുകയുണ്ടായി. സാധാരണക്കാരോട് ഇത്രയും വളരെ നല്ല സൗഹൃദ മനോഭാവവും അവർക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ശ്രീ വെള്ളാപ്പള്ളി നടേശനെ നമുക്ക് കണ്ടറിയാനും കൊണ്ടറിയാനും നമുക്ക് നമ്മളൊക്കെ ഹൃദയത്തിലാണ് അദ്ദേഹത്തെ കൊണ്ടുപോകുന്നത്. അതുപോലെ നമ്മുടെ നാടിൻ്റെ ഉന്നമനത്തിന് വേണ്ടി, നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയൊക്കെ അഹോരാത്രം കഷ്ടപ്പെടുന്ന അദ്ദേഹം പാറ പോലെ ഉറച്ചു നിന്ന് നമ്മളോടൊപ്പം നിൽക്കുമ്പോൾ നമുക്കും അദ്ദേഹത്തിൻ്റെ പിന്നിൽ നിന്ന് അദ്ദേഹത്തെ കൈപിടിച്ചുയർത്താൻ നമുക്ക് സഹായിക്കാൻ കഴിയണം. അത് മാത്രമേ എനിക്ക് ഇത്തരത്തിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കാനൊക്കെ ഉള്ളൂ. ഈ യോഗത്തിൽ അധ്യക്ഷം വഹിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവരുടെ നിങ്ങൾ ഏവർക്കും വേണ്ടി ഈ യോഗത്തിന് വേണ്ടി ഹാർദമായിട്ട് കൃതജ്ഞത അർപ്പിച്ചുകൊള്ളുന്നു. അതോടൊപ്പം നമ്മളെ മാതൃതുല്യം സഹോദരതുല്യം സ്നേഹിക്കുന്ന പ്രീതി ചേച്ചിയെയും ഈ യോഗത്തിന്റെ കൃതജ്ഞത അർപ്പിച്ചുകൊള്ളുന്നു. അതോടൊപ്പം ദേവസ്വത്തിന്റെയും സ്കൂളുകളുടെയും കമ്മിറ്റി അംഗങ്ങൾ, മറ്റ് ക്ഷണിക്കപ്പെട്ട മാന്യ വ്യക്തികൾ, അതുപോലെ ഇന്നത്തെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ ഇരിക്കുന്ന എല്ലാ ആൾക്കാരെയും ഹൃദയപൂർവ്വം കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. എല്ലാവർക്കും കണിച്ചുകൊള്ളുന്ന നമ്മുടെ ഗുരുദേവന്റെ അനുഗ്രഹം ഉണ്ടായിട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.